നമസ്കാരം. പഴയ പ്രൗഢിയോടെ അല്ലെങ്കിലും മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ കേരളത്തിന് കുറച്ചൊക്കെ പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു. കാരണം തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ച് മന്ത്രിയായതും അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ജോർജ് കുര്യനെ മന്ത്രിയായതുമൊക്കെ പ്രധാനമന്ത്രി മോദിക്ക് കേരളത്തോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ടാണെന്ന് അറിയാതെയെങ്കിലും നമ്മൾ അല്ലെങ്കിൽ വെറുതെയെങ്കിലും നമ്മളൊന്ന് വിശ്വസിച്ചു പോയിട്ടുണ്ട്. പക്ഷേ നിർമ്മല സീതാരാമൻ്റെ ബജറ്റ് അവതരണം കഴിഞ്ഞതോടുകൂടി അത് ഏറെക്കുറെയൊക്കെ ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിന് ഒരു എയിംസ് വേണമെന്നത് ഒരുപാട് നാളായി, അതായത് ഏകദേശം ഒരു 20 വർഷത്തിലധികമായിട്ട് കേരളം ആവശ്യപ്പെടുന്നതാണ്. സുരേഷ് ഗോപിയുടെ സിനിമ സ്റ്റൈൽ ഡയലോഗൊക്കെ വന്നത് നമ്മൾ കണ്ടു. കൊച്ചി മെട്രോ തൃശ്ശൂരിലേക്ക് എത്തിക്കും, തൃശ്ശൂർ പൂരത്തെ ഏതോ പട്ടികയിലൊക്കെ ഉൾപ്പെടുത്തും, അങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ സുരേഷ് ഗോപിയുടെ വകയായിട്ട് എത്തുകയും ചെയ്തതാണ്. അതെല്ലാം വിശ്വസിച്ച് കുറേയൊക്കെ ജനങ്ങൾ വോട്ട് ചെയ്തതും നല്ല കാര്യം തന്നെ. മാത്രമല്ല, കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക് കേരളത്തിൽ നിന്ന് ഒരു MP ഉണ്ടായാൽ അത് സ്വാഭാവികമായിട്ടും കേരളത്തിന് തന്നെ വലിയ ഗുണവും ചെയ്യും. എന്നാൽ ഇപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി മറിച്ചാകുന്ന കാര്യങ്ങളാണ് മൂന്നാം മോദി സർക്കാരിൻ്റെ ശൈശവത്തിലേക്ക് കാണുന്നത്. സുരേഷ് ഗോപിയുടെ വാഗ്ദാനങ്ങളെല്ലാം വെറും നനഞ്ഞ പടക്കമായി പോയെന്ന് പറയാതിരിക്കാനും പറ്റുന്നില്ല. കാരണം നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ എയിംസ് പ്രഖ്യാപിക്കുമോ എന്ന് വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നവരാണ് നമ്മൾ മലയാളികളെല്ലാവരും. എയിംസ് എന്നല്ല, കേരളം എന്നൊരു വാക്ക് പോലും മിണ്ടാൻ അവർക്ക് പറ്റിയിട്ടില്ല. വാഗ്ദാനം കൊടുത്ത BJP-കാരൊക്കെ ഇപ്പോൾ ആകെ വെട്ടിലായിരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് വയനാട്ടിലേക്ക് കേരളത്തെ ആകെ ഒലിച്ചുകൊണ്ട് ആ മഹാദുരന്തം വന്നത്. മുണ്ടക്കൈ ചൂരൽമല മേഖലയൊക്കെ ഇനി പഴയ രൂപത്തിലാകുമെന്ന് പ്രതീക്ഷയൊന്നും ആർക്കും വേണ്ട. അത് അടുത്ത കാലത്തെങ്ങും വരാനും പോകുന്നില്ല. ഇവിടെയും കേന്ദ്രത്തിൻ്റെ ആ ഇരട്ടത്താപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരും കണ്ടതാണ്. ആ പ്രദേശത്തെങ്ങും ഇല്ലാത്ത കോറിയുടെ പേര് പറഞ്ഞാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് പ്രസ്താവന നടത്തിയത്. അതും പാർലമെൻറ്റിൽ പ്രസ്താവന നടത്തിയിരുന്നു. ആ പഞ്ചായത്തിൽ പോലും ഒരു കോറി ഇല്ലെന്ന് തോന്നുന്നു. ക്ഷമിക്കണം, പഞ്ചായത്തിലല്ല, 10 കിലോമീറ്റർ പരിധിയിൽ ഇല്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ അവിടെ കേന്ദ്രത്തിന് പിഴച്ചു തുടങ്ങിയിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മലയാളി തനി സ്വഭാവം കാണിക്കും. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെൻറ്റിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തുടക്കം തന്നെയാണ് കക്ഷി വ്യത്യാസമില്ലാതെ KC വേണുഗോപാലും ഷാഫി പറമ്പിലും ജോൺ ബ്രിട്ടാസും ജോസ് കെ മാണിയും ഉൾപ്പെടെയുള്ള സഭയിലെ മുതിർന്ന MP-മാരൊക്കെ ഈ സർക്കാരിൻ്റെ നയത്തെ എടുത്തുകാട്ടി രൂക്ഷമായി വിമർശിക്കുന്നത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസ് സഭയിൽ നടത്തിയ പ്രകടനം കണ്ടാൽ ആരും ഒന്ന് അതിശയിച്ചു പോകും. കാരണം ഇത്രയേറെ കഴിവുള്ള MP-മാർ ഇത്രയും കാലം നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടായിട്ട് കാര്യമായൊരു ഇടപെടൽ നടത്താൻ ആർക്കും കഴിഞ്ഞില്ല എന്നൊരു ആരോപണമാണ് അവർ സംസാരിക്കുന്നുണ്ടായിരിക്കാം. ഒരു സംശയം അങ്ങനെ പറഞ്ഞാലും അത് തെറ്റില്ല. കാരണം സുരേഷ് ഗോപിയുടെയും ഭൂപേന്ദ്ര യാദവിൻ്റെയും ഒക്കെ വായടപ്പിക്കുന്ന പ്രകടനമാണ് ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം സഭയിൽ നടത്തിയത്. Sir, Kerala has been craving for some consideration. Honorable Minister, Mr. Bhupendra Yadav is here. Every day, ministers after ministers, you are the only one exception, sir. You have been so kind to Kerala. You came to Kerala, stayed in Kerala, talked about Kerala, you tweeted. All these ministers, kitna badnami karte Kerala ko. Even after this landslide, 300 more precious lives lost. Mr. Bhupendra Yadav made a statement to mock, to insult, humiliate Kerala and the people who were residing there. Honorable Home Minister also made such statements. You are insulting all the Keralites, including Mr. Suresh Gopi, who is sitting behind. You are insulting the people. So please don't create, I would say, don't indulge in political blame game. This is a time when the unity of the nation has to be demonstrated to the hapless people of the Wayanad and Kerala, sir. ബ്രിട്ടാസിൻ്റെ ഓരോ വാക്കും എന്താ പറയുക, ഓരോ വെടിയുണ്ടകളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു പോകാം. നമ്മുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ അദ്ദേഹം വരെ ബ്രിട്ടാസിൻ്റെ പ്രസംഗം കണ്ട് ആസ്വദിക്കുകയും സംസാരിക്കാൻ അദ്ദേഹത്തിന് കൂടുതൽ സമയം അനുവദിക്കുകയും ചെയ്തു. അതും നമ്മൾ സഭാ TV-യിലൂടെ കണ്ടതാണ്. കേരളത്തിൽ സുരേഷ് ഗോപിക്കായി ഇലക്ഷൻ പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി കേരളത്തിൻ്റെ ഭംഗിയെക്കുറിച്ചൊക്കെ വളരെ ഭംഗിയായിട്ട് പ്രസംഗിച്ചു പോവുകയും ചെയ്തു. എന്നാൽ ബജറ്റ് നോക്കുമ്പോൾ കേരളത്തിനായിട്ട് ഒന്നുമില്ല. കേരളത്തിൽ ഒട്ടേറെ ടൂറിസം സർക്യൂട്ടുകൾ വാഗ്ദാനം ചെയ്ത സുരേഷ് ഗോപിയെ അപമാനിക്കാതിരിക്കാനാണെങ്കിലും കേരളത്തിനൊരു ടൂറിസം സർക്യൂട്ട് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് അനുവദിക്കാൻ പാടില്ലായിരുന്നോ എന്നായിരുന്നു രാജ്യസഭയിൽ സുരേഷ് ഗോപിയെ മുന്നിലിരുത്തിക്കൊണ്ട് ബ്രിട്ടാസ് ചോദിച്ചത്.
കാര്യം പരിഹാസത്തോടെയാണ് ചോദിച്ചതെങ്കിലും ബ്രിട്ടാസിൻ്റെ ഈ ചോദ്യത്തിൽ സാക്ഷാൽ സുരേഷ് ഗോപി പോലും അന്തം വിട്ടിരിക്കുകയാണ് ചെയ്തത്. പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, അടുത്ത കാലത്തായി കേരളത്തിൽ ഉൾപ്പെടെ പ്രതിപക്ഷ എം പിമാർ വലിയ ആവേശത്തിലാണ് സഭയിലുള്ളത്. വളരെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുകയും ഈ തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന രീതിയിൽ മന്ത്രിമാരോട് കയർക്കുകയും അങ്ങനെ പല കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനെല്ലാം ഇവർക്ക് പ്രചോദനമായത് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വ്യക്തിയുണ്ട്. അത് മറ്റാരുമല്ല, പ്രതിപക്ഷ നേതാവ് സാക്ഷാൽ രാഹുൽ ഗാന്ധി തന്നെയാണ്. കാരണം 400 സീറ്റിൽ എണ്ണി തുടങ്ങിയ BJPക്ക് 3-ാം ടൈമിൽ കിട്ടിയത് വലിയൊരു അടിയായിരുന്നു. അത് മുതലാക്കാൻ തന്നെയായിരുന്നു രാഹുലിൻ്റെ തീരുമാനവും. ഒരു കാലത്ത് പപ്പുമോനും അമൂൽ ബേബിയും അങ്ങനെ പല പേരുകളിലും വിളിക്കപ്പെട്ടിരുന്ന രാഹുൽ ഇന്ന് ഇന്ത്യയുടെ ശക്തനായ പ്രതിപക്ഷ നേതാവായി മാറുന്നതാണ് കണ്ടത്. മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും ഒക്കെ ആർജവത്തോടെ ആ പോരാട്ട വീര്യമാണ് ഇന്ന് രാഹുലിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണമാക്കിയതാകട്ടെ നമുക്ക് വേണമെങ്കിൽ പറയാം, വ്യക്തമായ അംഗങ്ങളുടെ പിൻബലത്തോടു കൂടിയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായത്. ഒരുപക്ഷെ കൂടുതൽ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നെങ്കിൽ നിതീഷ് കുമാറും ചന്ദ്രബാബുവും ഉൾപ്പെടെയുള്ള താപ്പാനുകളൊക്കെ അദ്ദേഹത്തിനൊപ്പം കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ഭരണത്തിലേറാൻ രാഹുലിന് സാധിക്കുമായിരുന്നു. എന്നാൽ അതൊരു ആത്മഹത്യാപരമായ തീരുമാനമാകുമെന്ന് തിരിച്ചറിഞ്ഞതിലായിരിക്കണം അദ്ദേഹം അങ്ങനൊരു സാഹസത്തിന് ഇതുവരെ മുതിർന്നിട്ടില്ല. പകരം ശക്തമായൊരു പ്രതിപക്ഷം രൂപീകരിച്ച് രാജ്യ പുരോഗതിക്ക് വേണ്ടി മുന്നേറുകയാണ് ചെയ്തത്. അങ്ങനെയായിരിക്കാം അദ്ദേഹം ധരിച്ചിരിക്കുക. അതെന്തായാലും പിന്നീട് അങ്ങോട്ട് അളന്നു തൂക്കി ഓരോ വാക്കും പ്രയോഗിക്കുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് രാജ്യം കണ്ടത്. 18-ാം ലോക്സഭയിലെ നന്ദി പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം സഭാ ചരിത്രത്തിലെ മികച്ച പ്രസംഗങ്ങൾക്കൊപ്പം സ്ഥാനം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരഞ്ഞെടുത്ത വിഷയങ്ങളും വാക്കുകളുടെ മൂർച്ചയും വിമർശനത്തിലെ മിതത്വവും ശബ്ദമികവ് വാക്യങ്ങളുടെ താളം തുടങ്ങിയവ പരിഗണിച്ചാൽ പ്രസംഗം വളരെ മികച്ചതായിരുന്നു എന്ന് നിസ്സംശയം തന്നെ പറയാം. കാരണം വർഷങ്ങൾ കഴിഞ്ഞും ഈ പ്രസംഗത്തെ എങ്ങനെ ഓർക്കുന്നു എന്നതനുസരിച്ചായിരിക്കും ചരിത്രത്തിൽ ഇതിനുള്ള സ്ഥാനം ഇനി അടയാളപ്പെടുത്തുക. ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യം പിറന്ന അർദ്ധരാത്രിയിൽ ഭരണഘടനാ സഭയിൽ നടത്തിയ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസംഗമാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ചതെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേ വീര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് രാജ്യം ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യുവിൻ്റെ അവസ്ഥയിലാണെന്ന് രാഹുൽ പറഞ്ഞത്. अभिमन्यु को चक्रव्यूह में फंसाकर ट्रैप कर 6 लोगों ने मारा. मैंने चक्रव्यूह के बारे में थोड़ी रिसर्च की और पता लगा कि चक्रव्यूह का एक दूसरा नाम होता है पद्मव्यूह, मतलब लोटस फॉर्मेशन. तो जो चक्रव्यूह होता है स्पीकर सर, वो लोटस के शेप में होता है, कमल के फूल के शेप में होता है. 21वीं सदी में सर एक नया चक्रव्यूह तैयार हुआ है स्पीकर सर, वो भी लोटस की शेप में है सर, और उसका चिन्ह प्रधानमंत्री जी अपनी छाती पर लगा के चलते हैं. सर जो अभिमन्यु के साथ किया गया था, जो अभिमन्यु को चक्रव्यूह में फंसाया गया था, वही हिंदुस्तान के साथ किया गया है. हिंदुस्तान के युवाओं के साथ, हिंदुस्तान के किसानों के साथ, हमारी माताओं बहनों के साथ, स्मॉल बिजनेसेस के साथ, मीडियम साइज बिजनेस के साथ. सर अभिमन्यु को 6 लोगों ने मारा था. उनके नाम द्रोणाचार्य, कर्ण, कृपाचार्य, कृतवर्मा, अश्वत्थामा और शकुनी. सर आज भी चक्रव्यूह के बीच में 6 लोग हैं. सर चक्रव्यूह के बिल्कुल सेंटर में, चक्रव्यूह में हजारों लोग होते हैं सर, मगर उसके बिल्कुल सेंटर में 6 लोग कंट्रोल करते हैं. तो जैसे उस टाइम 6 लोग कंट्रोल करते थे, वैसे आज भी 6 लोग कंट्रोल कर रहे हैं. चक्रव्यूह को नरेंद्र मोदी जी, अमित शाह जी, मोहन भगवत जी, अजीत दोवल जी, अंबानी और अदानी जी कंट्रोल कर रहे हैं. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത് ഷാ, മോഹൻ ഭാഗവത്, അജിത് ഡോവൽ, മുകേഷ് അംബാനി, ഗൗതം അദാനി എന്നിവർ ഈ ചക്രവ്യൂഹത്തെ നിയന്ത്രിക്കുന്നുവെന്ന് പറഞ്ഞ രാഹുലിനോട് സ്പീക്കർ ഓം ബിർള അന്ന് പറഞ്ഞത് പാർലമെൻ്ററി പദവി മറന്ന് സംസാരിക്കരുതെന്നായിരുന്നു. ആളുകളുടെ പേര് പറയരുതെന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എന്നാൽ രാഹുൽ അതിന് മറുപടി നൽകിയത് माननीय सदस्य
संवैधानिक पद पर हैं। आपके कई माननीय सदस्यों ने यहाँ पर मुझे लिख कर दिया है कि जो माननीय सदस्य का सदस्य नहीं है उसका नाम नहीं लें। आपने लिख के दिया है। नो, आपने क्या आप उसकी पालना करना चाहते हो? स्पीकर सर गलत। मैं माननीय स्पीकर सर एक मिनट होल्ड ऑन स्पीकर सर, अगर आप चाहते हैं तो मैं एक मिनट मैं प्रतिपक्ष के नेता से ये तो अपेक्षा करूंगा सही कि वो सदन की नियम मर्यादा को बने, ये अपेक्षा करता हूं। आप चाहे नहीं करें पर मैं अपेक्षा करता हूं। नहीं सर, मैं अगर आप चाहते हैं सर, मैं NSA का और अदानी और अंबानी का नाम इस लिस्ट से निकाल देता हूं। फिर माननीय सदस्य आप अगर आप चाहते हैं सर। प्लीज, मैं नहीं चाहता। सदन के नियम प्रक्रियाओं से सदन चलता है। अगर आप कहते हैं मैं निकाल देता हूं। नो सदस्य, मैं 3 ही नाम यूज करूंगा। नहीं माननीय सदस्य, नहीं कहा। और आप നിങ്ങൾക്ക് വേണമെങ്കിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെയും വ്യാവസായികളുടെയും പേരുകൾ നീക്കം ചെയ്യാം, അതിന് ഞാൻ തയ്യാറാണ്. പക്ഷേ അതിൽ കൂടുതലൊന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നില്ല. പിന്നാലെ ചക്രവ്യൂഹത്തിന് പിന്നിലെ 3 ശക്തികൾ, കുത്തക മൂലധനം എന്ന ആശയം, രാഷ്ട്രത്തിൻ്റെ സ്ഥാപനങ്ങളുടെയും ഏജൻസികളും രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്നിവയാണെന്ന് രാഹുൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു. രാഹുലിൻ്റെ ഈ പരിണാമം ഒരുപക്ഷെ ഒറ്റ സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. താൻ സഞ്ചരിച്ച വഴികളോ ജീവിതാനുഭവം, തകർച്ച എല്ലാം മുതൽക്കൂട്ടായിട്ടുണ്ടാകാം ഇതിന്. ഞാൻ നിങ്ങളെ പ്രധാനമന്ത്രിയാകാൻ അനുവദിക്കില്ല. എൻ്റെ അച്ഛൻ കൊല്ലപ്പെട്ടു. പ്രധാനമന്ത്രിയായാൽ 6 മാസത്തിനുള്ളിൽ നിങ്ങളും കൊല്ലപ്പെടും. ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എനിക്ക് കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന പുസ്തകത്തിൽ പ്രമുഖ മാധ്യമപ്രവർത്തക നീരജ ചൗധരി എഴുതിയത് ഇങ്ങനെയായിരുന്നു. നെഹ്റു കുടുംബത്തിൻ്റെ വിശ്വസ്തൻ നട്വർ സിംഗിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് നീരജ ചൗധരി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാന തീരുമാനം ഇങ്ങനെ വിശദീകരിച്ചിരുന്നത്. ലോകം ഇന്ത്യയെ ഉറ്റുനോക്കിയ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു ഈ സംഭവം. ഫലം വന്നതിന് ശേഷമുള്ള മണിക്കൂറുകളും വളരെ നിർണായകമായിരുന്നു. ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് തിരക്കിട്ട ചർച്ചകളും അന്ന് നടക്കുന്നുണ്ടായിരുന്നു. എല്ലാ കണ്ണുകളും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയിലേക്ക് നീണ്ടുപോയി. കാരണം അവരായിരുന്നു പ്രധാനമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എല്ലാ ചോദ്യങ്ങളും ഒരേ ദിശയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകുമോ? ഇന്ത്യ ഏകദേശം ഉറപ്പിച്ചിരുന്നൊരു തീരുമാനമായിരുന്നു അത്. സോണിയാഗാന്ധി തന്നെ രാജ്യത്തിൻ്റെ അടുത്ത പ്രധാനമന്ത്രി എന്ന് ഉറപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഒരാളുടെ എതിർപ്പിന്മേലാണ്, ഈ ഒരൊറ്റ കടുംപിടുത്തത്തിന്മേലാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി പദം സോണിയ തൻ്റെ 57-ാം വയസ്സിൽ ഉപേക്ഷിക്കേണ്ടി വന്നത്. അന്ന് ആ വ്യക്തി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. തൻ്റെ മാതാവിനെ പിന്തിരിപ്പിക്കാൻ അന്നത്തെ പിടിവാശിക്കാരനായ 37 വയസ്സുകാരൻ പറഞ്ഞ ആ വാക്കുണ്ട്. ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന ഈ പുസ്തകത്തിൽ നീരജ ചൗധരി അത് വ്യക്തമായി തന്നെ രേഖപ്പെടുത്തി. അതിങ്ങനെയാണ്: ഞാൻ നിങ്ങളെ പ്രധാനമന്ത്രിയാകാൻ അനുവദിക്കില്ല. എൻ്റെ അച്ഛൻ കൊല്ലപ്പെട്ടു. പ്രധാനമന്ത്രിയായാൽ 6 മാസത്തിനുള്ളിൽ നിങ്ങൾ കൊല്ലപ്പെടും. ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എനിക്ക് കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അതായിരുന്നു അന്ന് അവർ ആ പുസ്തകത്തിൽ കുറിച്ചിരുന്നത്. 2 പതിറ്റാണ്ടിനിപ്പുറവും ആ പിടിവാശിക്കാരൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത വലിയൊരു ശക്തിയായി മാറിയിരിക്കുകയാണ്. അയാളുടെ വളർച്ചയും ഇടർച്ചയും വീഴ്ചകളും എല്ലാം ഇന്ന് രാജ്യത്തിന് മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസും അതിലുപരി ജനങ്ങൾക്ക് മുന്നോട്ട് പോകുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്.